നമസ്തേ. ഇന്ത്യയിൽ രാജ്യസഭാംഗത്തിന്റെ സാധാരണ കാലാവധി 6 വർഷമാണ്. എന്നാൽ 2024 രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജോർജ് കുര്യൻ തന്റെ കാലാവധി അവസാനിച്ചതായി ചൂണ്ടിക്കാട്ടി 2026 ജൂൺ 22 മന്ത്രിസ്ഥാനം രാജിവെച്ചു. പലർക്കും ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. ഒറ്റനോട്ടത്തിൽ ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കുമെങ്കിലും ഇതിന് പിന്നിലെ കാരണം ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ഭരണഘടനാ നിയമമാണ്. 2024 ജോർജ് കുര്യൻ തെരഞ്ഞെടുക്കപ്പെട്ടത് 6 വർഷത്തെ ഒരു പുതിയ കാലാവധിയിലേക്കായിരുന്നില്ല എന്നത് തന്നെയാണ് ഇതിന് കാരണം. 1951 ജനാധിപത്യ നിയമത്തിലെ സെക്ഷൻ 154 അനുസരിച്ച് ഒരു രാജ്യസഭാംഗം രാജിവെക്കുകയോ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ആ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നതായി കണക്കാക്കും. ഈ ഒഴിവ് നികത്താൻ നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന വ്യക്തിക്ക് പുതിയൊരു 6 വർഷത്തെ കാലാവധി ലഭിക്കില്ല. പകരം ആ സീറ്റിലുണ്ടായിരുന്ന മുൻ അംഗത്തിന്റെ അവശേഷിക്കുന്ന കാലാവധി മാത്രമേ പുതിയ ആളും പൂർത്തീകരിക്കേണ്ടതുള്ളൂ. ജോർജ് കുര്യന്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചത് ഇങ്ങനെയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ 2020 മധ്യപ്രദേശിൽ നിന്നാണ് 6 വർഷത്തെ കാലാവധിയിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ കാലാവധി 2026 ജൂണിൽ അവസാനിക്കേണ്ടതായിരുന്നു. 2024 ജൂണിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സിന്ധ്യ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും തുടർന്ന് തന്റെ രാജ്യസഭാംഗത്വം രാജിവെക്കുകയും ചെയ്തു. ഈ ഒഴിവ് നികത്താൻ 2024 ഓഗസ്റ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ് കുര്യൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. സിന്ധ്യയുടെ ഒഴിവിൽ വന്ന സീറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് തന്നെ സിന്ധ്യയുടെ കാലാവധിയാണ് കുര്യന് ലഭിച്ചത്. അതനുസരിച്ച് സിന്ധ്യയുടെ യഥാർത്ഥ കാലാവധി അവസാനിക്കുന്ന 2026 ജൂൺ 21 ജോർജ് കുര്യന്റെയും രാജ്യസഭാ കാലാവധി ഔദ്യോഗികമായി അവസാനിച്ചു. ഇതാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കാൻ കാരണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 75(5) അനുസരിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി 6 മാസം വരെ മാത്രമേ കേന്ദ്രമന്ത്രിയായി തുടരാൻ അനുവാദമുള്ളൂ. രാജ്യസഭാ കാലാവധി അവസാനിച്ചതിനാലും തുടർന്ന് ജൂണിൽ നടന്ന പുതിയ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അദ്ദേഹത്തെ വീണ്ടും നാമനിർദ്ദേശം ചെയ്യാത്തതിനാലും MP അല്ലാതെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ ആഗ്രഹമില്ലാതെ അദ്ദേഹം 2026 ജൂൺ 22 കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു. അല്ലാതെ മന്ത്രിസഭ പുനർസംഘടന പോലെയുള്ള മറ്റു ഊഹാപോഹങ്ങൾക്ക് ഇതിൽ സ്ഥാനമില്ല.